എന്തു തന്നെയായാലും അത് ഈ ആലപ്പുഴയുടെ ഉറക്കം കെടുത്തിയ മോഷണ സംഘം, കുറുവാ സംഘം, മണ്ണഞ്ചേരിയിൽ, പുന്നപ്രയിൽ അങ്ങനെ വിവിധയിടങ്ങളിലായി 10ഓളം മോഷണങ്ങളിൽ കുറുവാ സാന്നിധ്യം കണ്ടെത്തിയത് മുതൽ വലിയ ആശങ്കയിലായിരുന്നു ആലപ്പുഴയിലെ ജനങ്ങൾ. അന്ന് തന്നെ പോലീസിന് ഏകദേശം അന്വേഷണത്തിൽ മനസ്സിലാക്കിയ കാര്യം, ഈ സംഘം ആലപ്പുഴയിൽ മോഷണം നടത്തിയതിന് ശേഷം എറണാകുളത്തേക്ക് ട്രെയിനിൽ തിരികെ പോകുന്നു, അവിടെ എവിടെ ഒരു ഹൈഡൌട്ട് ഉണ്ടാക്കിയിരിക്കുന്നു, അവിടെ തങ്ങുന്നു, പിന്നീടും രാത്രി തിരികെ ആലപ്പുഴയിലേക്ക് വരുന്നു, മോഷണം നടത്തുന്നു. ഇങ്ങനെ സംശയത്തിനിട നൽകാത്ത രീതിയിൽ മോഷണം നടത്തിയ സംഘം അവർ കുണ്ടന്നൂരിലുണ്ടെന്ന നിർണായക വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്നുള്ള പോലീസ് കുണ്ടന്നൂരിലെത്തുന്നത്. ഇവിടെ വെച്ച് അവരുടെ ഹൈഡൌട്ടിൽ നിന്ന്, അവരുടെ ഒളിസങ്കേതത്തിൽ നിന്ന് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ഇവരെ വിലങ്ങുമായി ജീപ്പിൽ കയറ്റുന്നു. ഇതിനിടയിൽ സംഘത്തിലെ സന്തോഷ് സെൽവം എന്ന ആളെ, അയാൾ താമസിച്ചിരുന്ന അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ പോലീസിനെ ആക്രമിച്ച് അല്ലെങ്കിൽ ജീപ്പ് തടഞ്ഞ് അയാളെ രക്ഷപ്പെടുത്തുന്നു. പിന്നീട് ആ ഇരുട്ടിലേക്ക് മാഞ്ഞുപോയ സന്തോഷിനായുള്ള തെരച്ചിലായിരുന്നു ഈ മണിക്കൂറുകൾ വൈകിയും പോലീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ തെരച്ചിലിൽ ഫയർഫോഴ്സ് എത്തി, പോലീസ് എത്തി, അങ്ങനെ വളരെ സമഗ്രമായ തെരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ ഒടുക്കം ആ വാർത്ത വരുന്നു. പോലീസിനെ കബളിപ്പിച്ച് പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ സെൽവം ഇപ്പോൾ വീണ്ടും പിടിയിലായിരിക്കുന്ന വാർത്ത. നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, ആ പരിശോധന തിരച്ചിൽ അത് വെറുതെയാകുന്നില്ല. മണിക്കൂറുകൾക്കുള്ളിലാണെങ്കിലും ആ പ്രതിയെ വീണ്ടും പോലീസ് പിടികൂടുന്നു. അതായത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെത്തിയിരിക്കുന്ന സംഘം കുറുവയാണോ എന്ന് സ്ഥിരീകരിക്കാൻ ബാക്കിയുണ്ടെന്ന് തന്നെയായാലും അത് കുറുവ തന്നെയാണെന്ന് ഏകദേശം ഉറപ്പിക്കാമല്ലേ നിതിൻ? വിശദാംശങ്ങൾ. നിതിൻ, കുറുവാ സംഘം എന്ന സംശയത്തിലാണ് കസ്റ്റഡിയിലെടുത്തത്. അപ്പോഴാണ് ഒരാൾ ഓടി രക്ഷപ്പെടുന്നത്. ഇയാളെ വീണ്ടും പിടിച്ചിരിക്കുന്നു, ഇനി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നു. ഏകദേശം കുറുവയാണെന്നൊരു സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഓടിപ്പോയ സന്തോഷിനെ പോലീസ് പിടികൂടിയത്? നിതിൻ, വിവരങ്ങൾ. സുഹൈൽ, എന്തായാലും മണിക്കൂറുകളായി പോലീസിന്റെ അടക്കം ഉറക്കം കെടുത്തിയിരുന്ന പ്രതിയെ ഇപ്പോൾ പോലീസിനെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പരിസരത്ത് വെച്ചാണ് പോലീസിനെ ഈ കുറുവാ സംഘമെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് പിടികൂടിയത്. നേരത്തെ അടക്കം പോലീസ് ഇവിടെ പരിശോധന നടത്തിയിരുന്നു, പക്ഷേ അപ്പോഴൊന്നും തന്നെ ഇയാളെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിവിദഗ്ധമായി പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഇയാൾ പലയിടങ്ങളിലായി ഒളിഞ്ഞു നിൽക്കുകയായിരുന്നു. എന്തായാലും പോലീസിന്റെ സമഗ്രമായ പരിശോധന കഴിഞ്ഞ 3 മണിക്കൂറായി ഈ മേഖലയിൽ തുടരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പോലീസിനെ ഇയാളെ പിടികൂടാൻ സാധിച്ചത്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം പ്രതിയെ മണ്ണഞ്ചേരിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നേരത്തെ പോലീസ് വ്യക്തമാക്കിയത്. നമുക്കറിയാം, ഈ മേഖല എന്നത് ഏറെ ചതുപ്പ് മേഖലയാണ്. അതുകൊണ്ട് തന്നെ വളരെ ദുഷ്കരമായ ഒരു ദൗത്യം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തും ഉണ്ടായത്. ഫയർഫോഴ്സും ഈ ഒരു ദൗത്യത്തിൽ ഒപ്പം ചേർന്നിരുന്നു. അല്പസമയം തന്നെ ഈ കായലിന്റെ അപ്പുറം പോയപ്പോൾ പോലീസ് എല്ലാം തന്നെ അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആളൊഴിഞ്ഞ കെട്ടിടം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് 2 പോലീസുകാരെ ഉടനടി തന്നെ ഈ മേഖലയിലേക്ക് ഓടിയെത്തി പ്രതിയെ പിടികൂടിയെന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു പരിസരം കേന്ദ്രീകരിച്ച് പോലീസ് പ്രതിയെ കൊണ്ടുപോയി പിന്നീട് ഉടൻ തന്നെ ജീപ്പിലേക്ക് കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. അങ്ങനെ കുറുവാ സംഘം എന്ന് സംശയിക്കുന്ന 2 പേരെയും പിടികൂടാൻ സാധിച്ചു എന്നത് ഏറെ ആശ്വാസകരമാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി ആലപ്പുഴക്കാരുടെയും അതോടൊപ്പം തന്നെ എറണാകുളത്ത് പ്രത്യേകിച്ച് പറവൂർ കേന്ദ്രീകരിച്ചുള്ള ഈ കവർച്ചാ ശ്രമമെല്ലാം തന്നെ ഒരു കുറുവാ സംഘത്തിൻ്റെതാണ് സംശയം ഉയർന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഏറെ ആശ്വാസകരമായ ഒരു നടപടി തന്നെ പോലീസിന്റെ ഭാഗത്തും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് തുടരും. ഇത് കുറുവാ സംഘം തന്നെയാണോ എന്ന ഒരു സ്ഥിരീകരണം തന്നെ ഇനി പോലീസിന്റെ ഭാഗത്തും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഏറെ മണിക്കൂറുകളായി എറണാകുളം അതോടൊപ്പം തന്നെ ആലപ്പുഴയിലെ വിവിധ പോലീസ് കേന്ദ്രീകരിച്ച് ഈ മേഖലയിൽ പരിശോധന നടത്തി വരികയായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതിയെ പിടികൂടാൻ സാധിച്ചത്.